കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ചർച്ചയായ സിനിമയാണിത്. ഇപ്പോൾ ഡിജിറ്റലി പടം അവൈലബിൾ ആയിട്ടുണ്ട്. അല്പം താമസിച്ചാണ് സിനിമ കാണാൻ സാധിച്ചത്. ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1920 അമേരിക്കയിലെ ഒക്ലഹോമ സ്റ്റേറ്റിലുള്ള അവിടുത്തെ നേറ്റീവ് ജനതയായ റെഡ് ഇന്ത്യക്കാരുടെ ഓസേജ് ട്രൈബിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഓയിൽ റിഫൈനറിയുടെ കുത്തക അവകാശമുള്ള സമ്പന്നരായിട്ടുള്ള ഒരു ട്രൈബാണ് ഓസേജ്. ഇവരുടെ സമ്പത്തിൽ നോട്ടമിട്ടുകൊണ്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ കുലം തന്നെ മുടിപ്പിച്ച് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് വൈറ്റ് പീപ്പിൾസ് അക്കാലത്ത് നടത്തിയ വലിയ ശ്രമങ്ങളല്ല ക്രൈമുകളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയാം. ലിറ്ററലി പ്രതിഭാധനരുടെ സംഗമമാണ് ഈ ചിത്രം. മാർട്ടിൻ സ്കോർസെസിന്റെ സംവിധാനം, അതുപോലെ ലിയനാർഡോ ഡിക്കാപ്രിയോ, റോബർട്ട് ഡീനീറോ, ലില്ലി ഗ്ലാഡ്സൺ തുടങ്ങിയ വൻ താരനിര. റോബി റോബർട്ട്സൺ അവസാനമായിട്ട് സംഗീത സംവിധാനം നിർവഹിച്ച സിനിമ. അങ്ങനെ ലെജൻസിന്റെ ഒരു അപൂർവ സംഗമം തന്നെയാണ് ഈ സിനിമ. അതുപോലെ തന്നെ ഡേവിഡ് ഗ്രാനിന്റെ പ്രശസ്തമായിട്ടുള്ള ബുക്കിന്റെ ചലച്ചിത്രാവിഷ്കാരം കൂടിയാണ് ഈ സിനിമ. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണിത്. 3.5 മണിക്കൂർ നീളമുള്ള വളരെ വലിയൊരു ചിത്രമാണിത്. ഒരു എപ്പിക് മൂവി എന്നൊക്കെ തന്നെ പറയാം. സ്കോർസീസിന്റെ മിക്ക സിനിമകളിലും എടുത്തു നോക്കിയാൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ആന്റി ഹീറോ ആയിട്ടായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. നന്മ മരങ്ങളൊന്നും ആയിരിക്കുകയില്ല. ഇതിലും സ്ഥിതി വ്യത്യസ്തമല്ല. ലിയനാർഡോ അവതരിപ്പിക്കുന്ന ഏണസ്റ്റ്, അയാളുടെ അങ്കിളായ റോബർട്ട് ഡീനീറോ അവതരിപ്പിക്കുന്ന വില്യം ഹെയിലിന്റെ ഉപദേശത്തില് അവിടുത്തെ നേറ്റീവും ഓസേജ് വിഭാഗത്തിലെ ഓയിലിന്റെ കുത്തക അവകാശമുള്ള ഒരു സമ്പന്ന കുടുംബാംഗമായ മോളി കൈലിനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും അവരുടെ സമ്പത്ത് തട്ടിയെടുത്ത് അവരെ കുടുംബത്തോടെ വേരോടെ പിഴുതാൻ ശ്രമിക്കുന്നതുമൊക്കെ ഗംഭീരമായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഡിക്കാപ്രിയോയുടെയും അതുപോലെ ഡിനീറോയുടെയും ഒന്നും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല, കട്ട നെഗറ്റീവ് വേഷങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും കിടിലൻ പ്രകടനങ്ങളും പടത്തിൽ കാണാം. ഡിക്കാപ്രിയോ പല്ലൊക്കെ ഇങ്ങനെ കുറച്ച് എന്താ പറയാ വൃത്തികേടാക്കി ഒരു മേക്ക് ഓവർ ഒക്കെ നടത്തിയാണ് പടത്തിൽ വരുന്നത് തന്നെ. ചിത്രത്തിലെ നിസ്സഹായായ മോളിയുടെ ക്യാരക്ടറായിട്ട് ലില്ലി ഗ്ലാഡ്സനും അവിസ്മരണീയമായിട്ടുള്ള പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. 3 പേർക്കും ഈ വർഷം ഓസ്കറിൽ നോമിനേഷനും വന്നിട്ടുണ്ട്. ബ്രാൻഡൻ ഫേസർ, അതുപോലെ തന്നെ ജെസി പ്ലമൻസ് തുടങ്ങിയ വൻ താരനിര തന്നെ സിനിമയിലുണ്ടെങ്കിലും അവർക്കൊക്കെ ക്യാമിയോ റോളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പ്രതിഭാധനരെ ചെറിയ റോളുകളിലും ഒക്കെ ഉപയോഗിച്ച് മൊത്തത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാവരുടെ കയ്യിൽ നിന്നും തരാനായിട്ട് ശ്രമിച്ചത് സിനിമയുടെ ഒരു വമ്പൻ പോസിറ്റീവ് തന്നെയാവുന്നുണ്ട്. സ്ക്രിപ്റ്റ്, അതായത് ശക്തമായ രചനയും സിനിമയെ മാസ്റ്റർ പീസ് ആക്കുന്നുണ്ട്. ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള തിരക്കഥാ രചനയാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ക്യാരക്ടർ സ്റ്റഡി സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ വളരെ സ്ലോ ആണ്. ഒരു ക്യാരക്ടർ സ്റ്റഡിയൊക്കെ നടക്കുന്നുണ്ട്. സോ എല്ലാവർക്കും സിനിമ എന്തുമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് കംപ്ലീറ്റ്ലി അറിയില്ല. അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ബോറടിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള ഒരു സാധ്യത തോന്നാനുമുണ്ട്. ഞാൻ സത്യത്തിൽ 2 ദിവസം ടൈം കിട്ടുന്ന പോലെയൊക്കെ എടുത്താണ് പടം കണ്ടു തീർത്തത്. പക്ഷെ നിർത്തിയിട്ട് പോകാൻ തോന്നാത്ത വിധത്തിൽ പടം വളരെ എൻഗേജിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഥയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അതുപോലെ ആസ്വദിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സോ ഈ പടത്തിന്റെ ഈ ഒരു മെല്ലപ്പോക്ക് സിനിമയുടെ നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോ എങ്കിലും പടം കുറച്ചുകൂടെ ലെങ്ത് കുറയ്ക്കുകയായിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് കൂടി ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ അല്പം കൂടി പേസ് കൂട്ടാമായിരുന്നു. അത് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം സിനിമയെ കുറിച്ചുള്ളത്. സോ മാസ് എന്റർടൈനിങ് സിനിമകളുടെ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പടം കാണേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് തീരെ കുറവാണ്. നിങ്ങൾക്ക് ബോറടിക്കും, ഉറക്ക ഗുളികയാണെന്ന് ഫീൽ ചെയ്യും, അത് ഷുവറാണ്. പക്ഷെ ക്വാളിറ്റി കണ്ടന്റ് കാണാൻ താല്പര്യപ്പെടുന്നവർക്ക്, ഈ മാസും മസാലയും നിർബന്ധമില്ലാത്ത ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഉള്ള ടൈപ്പ് സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പടം കാണുക. സിനിമ ടെക്നിക്കൽ സൈഡിലും ടോപ്പ് നോച്ച് തന്നെയാണ്. ഇപ്പൊ പ്രൊഡക്ഷൻ ഡിസൈന്, അതുപോലെ കോസ്റ്റ്യൂംസ്, മ്യൂസിക് എല്ലാം ക്ലാസിക് ലെവലാണ്. 10 ഓസ്കാർ നോമിനേഷനുകളാണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ പടത്തിന്റെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകാം. അതിൽ എന്തൊക്കെ പടം അടിച്ചു മാറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എനിക്കൊരു സിനിമാ സ്നേഹി എന്ന നിലയിൽ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഇതൊരു മാസ്റ്റർ പീസ് തന്നെയാണ്. ഞാൻ ഇതിന് 4.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന് ഞാൻ പറയും. പടം ആപ്പിൾ TV+ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.